Hi, നമ്മൾ സെക്കൻഡ് ചാപ്റ്റർ ആണ് നോക്കുന്നത് ദി സ്പേസ് ഓഫ് അനലറ്റിക് ഫങ്ഷൻസ്. സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ എന്താണ് ആദ്യം അനലറ്റിക് ഫങ്ഷൻസ് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അനലറ്റിക് ഫങ്ഷൻ എന്താണെന്ന് ജസ്റ്റ് നിങ്ങൾ കോംപ്ലക്സ് അനാലിസിസ് പറഞ്ഞ സമയത്ത് പഠിച്ചിട്ടുണ്ടാവും. ഡിഗ്രിയിൽ പഠിക്കുന്നുണ്ട് കോംപ്ലക്സ് അനാലിസിസ്, പിന്നെ നിങ്ങൾ PGയിലും പഠിക്കുന്നുണ്ട് കോംപ്ലക്സ് അനാലിസിസ് എന്ന് പറഞ്ഞ പേപ്പർ പഠിക്കുന്നുണ്ട് വിചാരിക്കുന്നു. കാരണം തേർഡ് സെമ്മിലിട്ട് കോംപ്ലക്സ് അനാലിസിസ് പഠിക്കുന്നുണ്ട്. അപ്പോൾ G എന്ന് പറയുന്നത് ഒരു ഓപ്പൺ സബ്സെറ്റാണ്. G be an open subset of the complex plane if H of G is the collection of analytic functions. Analytic function collection ആണ് H എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ on G. G പറഞ്ഞ ഓപ്പൺ സെറ്റിൽ H of G എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ collection of analytic functions ആണ്. ഓക്കെ, we can consider H of G as a subset of C of GC. C of GC എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ is a set for continuous function. Continuous ഫംഗ്ഷൻ്റെ സബ്സെറ്റും കൂടിയാണ് എന്ത് H of G പറഞ്ഞാൽ. H of G ഡിനോട്ട് ചെയ്യുന്നത് അനലറ്റിക് ഫംഗ്ഷൻസ് ആണ് ഓൺ G. ദെൻ നമ്മൾ എന്ത് ചെയ്യുക, A of G എന്ന് പറഞ്ഞാൽ വേറൊരു അനലറ്റിക് ഫംഗ്ഷൻ്റെ ഫംഗ്ഷനായിട്ടുള്ള കളക്ഷൻ എടുക്കും. ഇത് എന്തായില്ല, A of Gയും H of Gയും ഒരിക്കലും എന്താവില്ല, ഈക്വൽ ആവില്ല. ഓക്കെ, A of Gയും H of Gയും ഈക്വൽ ആവില്ല. Then A of G is the collection of continuous functions. A of G എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടിന്യൂസ് ഫംഗ്ഷൻസ് തന്നെയാണ്. അപ്പോൾ H of Gയും കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ്. A of G എന്ന് പറഞ്ഞാൽ എന്താണ്, കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ്. നമ്മളൊരു F എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാണ്. F is a function from G complement to C. So G to C that are analytic in G complement to C കേട്ടോ. G complement to C നമ്മൾ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാണ്. ആ ഫംഗ്ഷനിൽ എന്താണ് പറയുന്നത്, അത് അനലറ്റിക് ആണ് ഇൻ ജിയിൽ. ദസ് A of G നോട്ട് ഈക്വൽ ടു H of G. A of G H of Gയും ഒരിക്കലും എന്താവില്ല, ഈക്വൽ ആവില്ല. ഓക്കെ, A of G H of Gയും ഈക്വൽ ആവില്ല. ഈ അനലറ്റിക്കിന് നമ്മൾ 2-3 പേര് പറയും. ഒന്ന് ഹോളോമോർഫിക്, 2-3 പേര് പറയും. ഒന്ന് ഹോളോമോർഫിക് എന്നും പിന്നെ ഒന്നും എന്ത് പറയും, ആൻഡ് ദ ടേം യൂസ്ഡ് ഇൻ പ്ലേസ് ഓഫ് അനലറ്റിക് ഇസ് റെഗുലർ എന്നും പറയും. ഓക്കെ, അപ്പോൾ അനലറ്റിക്കിൻ്റെ വേറെ പേരാണ് ഒന്ന് ഹോളോമോർഫിക് എന്നും അതേപോലെ ഒന്ന് റെഗുലർ എന്നും. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഒന്ന് അനലറ്റിക് എന്താണ്, അനലറ്റിക് ഫംഗ്ഷൻ എന്താണ് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. അതായത് നമ്മൾ ഒരു ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ, അതായത് കോംപ്ലക്സിൻ്റെ കേസിൽ ഡിഫറൻഷ്യബിളിൻ്റെ കേസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഈ കോംപ്ലക്സിൽ ഡിഫറൻഷ്യബിൾ ആവുന്നതിൻ്റെ കേസ് നമ്മൾ പറയും. ആ ഒരു ഫംഗ്ഷൻ G to C അത് അനലറ്റിക് ആണെന്ന് പറയണമെങ്കിൽ F എന്ന് പറഞ്ഞത് കണ്ടിന്യൂസ്ലി ഡിഫറൻഷ്യബിൾ ഓൺ G ആയിരിക്കും. കണ്ടിന്യൂസ്ലി ഡിഫറൻഷ്യബിൾ ആയിരിക്കും. ഓക്കെ, F എന്ന് പറഞ്ഞ ഫംഗ്ഷൻ G to C എന്ന് പറഞ്ഞത് അത് അനലറ്റിക് ആണെന്ന് പറയണമെങ്കിൽ അത് എന്തായിരിക്കും, കണ്ടിന്യൂസ്ലി ഡിഫറൻഷ്യബിൾ ഓൺ G ആയിരിക്കും. കണ്ടിന്യൂസ്ലി ഡിഫറൻഷ്യബിൾ എന്താണ് ഡിഫറൻഷ്യബിൾ എന്നൊക്കെ നിങ്ങൾ അനലറ്റിക് ഫംഗ്ഷൻസിൻ്റെ കേസിൽ പറയുന്നുണ്ട്. അനലറ്റിക് ഫംഗ്ഷൻസ് ആണ് കേട്ടോ അനലറ്റിക് ഫംഗ്ഷൻസിൻ്റെ കേസിൽ നിങ്ങൾ പറയുന്നതാണ്. അതായത് ഒരു ഇഫ് F dash ഈസ് കണ്ടിന്യൂസ് ദെൻ വി സേ ദാറ്റ് F ഈസ് കണ്ടിന്യൂസ്ലി ഡിഫറൻഷ്യബിൾ. F dash എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ F അതിന് മുന്നേ എന്തായിരിക്കണം, F എന്ന് പറയുന്നത് ഡിഫറൻഷ്യബിൾ ആയിരിക്കണം. F ഈസ് ഡിഫറൻഷ്യബിൾ ഓൺ G. F dash ഡിഫൈൻ ചെയ്യുന്നത് F dash ഈസ് G to C തന്നെയാണ് ഡിഫൈൻ ചെയ്യുന്നത്. ഇഫ് F dash ഈസ് കണ്ടിന്യൂസ് ദെൻ വി സേ ദാറ്റ് F ഈസ് കണ്ടിന്യൂസ്ലി ഡിഫറൻഷ്യബിൾ. ഡിഫറൻഷ്യബിളും കൂടെ എന്താവണം, F dash എന്ന് പറഞ്ഞത് കണ്ടിന്യൂസും കൂടിയാണെങ്കിൽ നമ്മൾ എന്ത് പറയും, F എന്ന് പറഞ്ഞത് കണ്ടിന്യൂസ്ലി ഡിഫറൻഷ്യബിൾ ആണെന്ന് പറയും. ഓക്കെ, അപ്പോൾ F ഡിഫറൻഷ്യബിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യാം. ലിമിറ്റ് H ടെൻസ് ടു 0 F ഓഫ് A പ്ലസ് H മൈനസ് F ഓഫ് A ഡിവൈഡഡ് H. അപ്പോൾ നിങ്ങൾ മുന്നത്തെ ഇതിൽ പഠിച്ചിട്ടുണ്ട് G എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓപ്പൺ സെറ്റാണ്. F എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നത് G to C ആണ്. അത് ഓപ്പൺ സെറ്റിൽ നിന്ന് കോംപ്ലക്സ് പ്ലെയിനിലേക്കാണ് നമ്മുടെ ഫംഗ്ഷൻസ് ഡിഫൈൻ ചെയ്യുന്നത്. ആ F ഡിഫറൻഷ്യബിൾ അറ്റ് എ പോയിന്റ് A എന്ന് പറയണമെങ്കിൽ ലിമിറ്റ് H ടെൻസ് ടു 0 F ഓഫ് A പ്ലസ് H മൈനസ് F ഓഫ് A ഡിവൈഡഡ് H എക്സിസ്റ്റ് ചെയ്യണം. ഓക്കെ, ദി വാല്യൂ ഓഫ് ദിസ് ലിമിറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ F dash ഓഫ് A. അതാണ് ലിമിറ്റ് ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ F dash ഓഫ് A എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യാം. നമ്മൾ ഡിഫറൻഷ്യബിളിൻ്റെ കേസ് റിയൽ ആയാലും കോംപ്ലക്സിലായാലും സെയിം കൺസെപ്റ്റ് തന്നെയാണ് വരുന്നത്. ഈ F dash എന്തായിരിക്കണം, കണ്ടിന്യൂസും കൂടിയാണെങ്കിൽ, കണ്ടിന്യൂസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഡിഫറൻഷ്യബിൾ. F dash പറഞ്ഞാൽ ഡിഫറൻഷ്യബിൾ ഫംഗ്ഷനാണ്. ആ ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻ കണ്ടിന്യൂസും കൂടിയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, കണ്ടിന്യൂസ്ലി ഡിഫറൻഷ്യബിൾ എന്ന് പറയാം. അപ്പോൾ ഒരു അനലറ്റിക് ഫംഗ്ഷൻ എന്ന് പറയണമെങ്കിൽ അതെന്തായിരിക്കണം, അതിൻ്റെ F dash എന്ന് പറഞ്ഞത് F എന്ന് പറഞ്ഞത് കണ്ടിന്യൂസ്ലി ഡിഫറൻഷ്യബിൾ ആയിരിക്കണം. ഓക്കെ, അതാണ് അനലറ്റിക്കിൻ്റെ കേസ് പറയുന്നത്, ഫംഗ്ഷൻസിൻ്റെ കേസ്. നമുക്കൊരു തിയറം നോക്കാം. ഇഫ് Fn ഈസ് എ സീക്വൻസ് ഇൻ H of G. H of G എന്ന് പറഞ്ഞാൽ അനലറ്റിക് ഫംഗ്ഷൻ്റെ കളക്ഷൻ. ആൻഡ് F ബിലോങ്സ് ടു C of G ഒമേഗ. F എന്ന് പറഞ്ഞത് എന്താണ്, ഈസ് എ
സി ഓഫ് ജി ഒമേഗ ജി സി ജി ഒമേഗ അല്ല ജി സി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടിന്യൂസ് സെറ്റ് ഫോർ കണ്ടിന്യൂസ് ഫംഗ്ഷൻ സച്ച് ദാറ്റ് എഫ് എൻ ടു എഫ് ദെൻ എഫ് ഈസ് അനലറ്റിക് ആൻഡ് എഫ് എൻ റേസ് ടു കെ ടു എഫ് റേസ് ടു കെ. എഫ് എൻ എന്ന് പറഞ്ഞൊരു സീക്വൻസ് ആണ് ഇൻ എച്ച് ഓഫ് ജി, സീക്വൻസിൻ്റെ കേസാണ്. എഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സി ഓഫ് ജി ഒമേഗയാണ്. ദെൻ നമുക്ക് എന്ത് പറയാം, എഫ് എൻ എന്ന് പറയുന്നത് എഫിലേക്ക് കൺവേർജ് ചെയ്യും ആണെങ്കിൽ നമുക്ക് എന്ത് പറയണം, എഫ് എൻ റേസ് ടു കെ ഈസ് കൺവേർജസ് ടു എഫ് റേസ് ടു കെ ആണെന്ന്. പ്ലസ് അതിൻ്റെ കൂടെ എന്തും കൂടി പറയണം, എഫ് എന്ന് പറഞ്ഞതൊരു അനലറ്റിക് ഫംഗ്ഷൻ ആണെന്നും കൂടി പറയണം. ഓക്കെ, അപ്പോൾ എഫ് എൻ എഫിലേക്ക് കൺവേർജ് ചെയ്യുകയാണ്. എഫ് എൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സീക്വൻസ് ആണ് ഇൻ എച്ച് ഓഫ് ജി. എച്ച് ഓഫ് ജിയിലെ ഒരു സീക്വൻസ് ആണ് എഫ് എലമെന്റ് ഓഫ് സി ഓഫ് ജി ഒമേഗ. സി ഓഫ് ജി ഒമേഗ ജി സി, അതായത് കണ്ടിന്യൂസ് സെറ്റ് ഫോർ കണ്ടിന്യൂസ് ഫംഗ്ഷന്റെ സെറ്റിലൊരു എലമെന്റ് ആണ് എഫ് എന്ന് പറഞ്ഞത്. അപ്പോൾ എഫ് എൻ എഫിലേക്ക് കൺവേർജ് ചെയ്യുകയാണെങ്കിൽ, സീക്വൻസ് എഫിലേക്ക് കൺവേർജ് ചെയ്യുകയാണെങ്കിൽ എഫ് എൻ റേസ് ടു കെ ഈസ് കൺവേർജസ് ടു എഫ് റേസ് ടു കെ. കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1. അതിൻ്റെ കൂടെ എന്തും കൂടി ആയിരിക്കണം, എഫ് അനലറ്റിക്കും കൂടി ആയിരിക്കണം. ഓക്കെ, അപ്പോൾ അതാണ് നമുക്ക് തിയറം പറഞ്ഞത്. പക്ഷെ പ്രൂഫ് നോക്കാം. വി വിൽ ഷോ ദാറ്റ് എഫ് ഈസ് അനലറ്റിക്. ആദ്യം നമ്മൾ എന്താ പോകുന്നത്, എഫ് അനലറ്റിക് ആണെന്നാണ് പ്രൂവ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, എഫ് അനലറ്റിക് ആണെന്ന്. അപ്പോൾ എഫ് അനലറ്റിക് ആണെങ്കിൽ നമുക്ക് എന്ത് പ്രൂവ് ചെയ്യണം, അത് ഒരു കണ്ടിന്യൂസ്ലി എഫ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ. ഓക്കെ, അപ്പോൾ മൊറേറസ് തിയറം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഓപ്പൺ സെറ്റ് ആണ്. സോ ഓപ്പൺ സെറ്റ് ആയിട്ട് നമ്മൾ ഡി എന്ന് പറഞ്ഞാൽ ഡിസ്ക് എടുത്തു. ഓക്കെ, അതിൽ ഒരു എന്തുണ്ടായിരിക്കും, ഒരു ട്രയാങ്കുലർ പാത്ത് കണ്ടെയ്ൻ ചെയ്യും. അനലറ്റിക് ആണെങ്കിൽ അതെന്തായിരിക്കും, അനലറ്റിക് ആണെങ്കിൽ അവിടെ ഒരു ട്രയാങ്കിൾ ഫോർ എവരി ട്രയാങ്കുലർ പാത്ത്, ഏത് ട്രയാങ്കുലർ പാത്ത് എടുത്താലും അവിടെ എന്തായിരിക്കും, ഒരു അനലറ്റിക് ഫംഗ്ഷൻ ഉണ്ടാവും. സോ അനലറ്റിക് എഫ് അനലറ്റിക് ആണെന്ന് നമ്മൾ ഷോ ചെയ്യണം. അപ്പോൾ നമ്മൾ മൊറേറാസ് തിയറം വെച്ചിട്ട് അവിടെ ഒരു ട്രയാങ്കുലർ പാത്ത് ഉണ്ടാവും. ആ ട്രയാങ്കുലർ എന്തിൽ കണ്ടെയ്ൻ ചെയ്യണം, ഡിസ്കിന്റെ ഉള്ളിൽ. ഡിസ്ക് എന്ന് പറഞ്ഞാൽ ഡി, അതിന്റെ ഉള്ളിൽ കണ്ടെയ്ൻ ചെയ്യുന്ന പാത്താണ്. ഈ ഡിസ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജിയിലെ സബ്സെറ്റ് ആണ്. ഓക്കെ, സിൻസ് ടി ഈസ് കോമ്പാക്ട്, ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ട്രയാങ്കിൾ ആയതുകൊണ്ട് ക്ലോസ്ഡ് ആൻഡ് ബൗണ്ടഡ് ആയിരിക്കും. സോ നമുക്ക് എന്ത് പറയും, ഇറ്റ് ഈസ് കോമ്പാക്ട്. ഇനി എഫ് എൻ കൺവേർജസ് ടു എഫ് യൂണിഫോംലി ഓവർ ടി. നമ്മൾ എന്താ പറയുക, നമുക്ക് സ്റ്റേറ്റ്മെന്റ് തന്നതാണ് എഫ് എൻ എഫിലേക്ക് കൺവേർജ് ചെയ്യാണ്, ഓവർ ടി, ടിയിലൂടെയാണ് കൺവേർജ് ചെയ്യുന്നത്. ആൻഡ് ഇന്റഗ്രേഷൻ ഓവർ ടി എഫ് എന്തായിരിക്കും, ഇന്റഗ്രേഷൻ ഓവർ ടി എഫ് എന്ന് പറഞ്ഞാൽ ലിമിറ്റ് ഇന്റഗ്രേഷൻ ടി ഓവർ എഫ് എൻ ആയിരിക്കും, ഐ ഈക്വൽ ടു 0 ആയിരിക്കും. കാരണം ബൈ മൊറേറാസ് തിയറം വെച്ചിട്ട് നമുക്ക് എന്ത് പറയാം, ഒരു ട്രയാങ്കിൾ പാത്ത് ഉണ്ടെങ്കിൽ ഇന്റഗ്രേഷന്റെ വാല്യൂ, ഇന്റഗ്രേഷൻ ഓവർ ടി എഫിന്റെ വാല്യൂ 0 ആണ്. അങ്ങനെയാണെങ്കിൽ എവരി ട്രയാങ്കുലർ പാത്ത് ടി ഇൻ ജിയിൽ അങ്ങനെയാണെങ്കിൽ എഫ് അനലറ്റിക് ആണെന്നാണ് കാണിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ലിമിറ്റിന്റെ വാല്യൂ 0 ആണ്. സിൻസ് ഈച്ച് എഫ് എൻ ഈസ് അനലറ്റിക്, എഫ് എൻ പറഞ്ഞാൽ അനലറ്റിക് ആണ്. നമുക്ക് ഷോ ചെയ്യേണ്ടത് അനലറ്റിക് ആണ്, നമ്മൾ ഷോ ചെയ്തു. ടു ഷോ ദാറ്റ് എഫ് എൻ റേസ് ടു കെ ടു എഫ് കെ ആണെന്നാണ് കാണിക്കേണ്ടത്. അപ്പോൾ നമ്മൾ അതിന് എന്ത് ചെയ്തു, ഡി എന്ന് പറഞ്ഞൊരു ഡൊമൈൻ എടുത്തു. ഡൊമൈൻ എന്ന് പറഞ്ഞാൽ ഒരു റീജിയൻ, ഒരു ബോളാണ് നമ്മൾ എടുക്കുന്നത്. ഇത് സെൻറ്റർ എ ആൻഡ് റേഡിയസ് സ്മോൾ ലെറ്റർ ആർ ആയിട്ടും. നമ്മൾ വേറൊരു നമ്പർ എടുത്തു, ക്യാപിറ്റൽ ലെറ്റർ ആർ ഈസ് ഗ്രേറ്റർ ദാൻ സ്മോൾ ലെറ്റർ ആർ. ക്യാപിറ്റൽ ലെറ്റർ ആറിനേക്കാളും വലുതായിട്ടൊരു സ്മോൾ ലെറ്റർ ആറിനേക്കാളും വലുതായിട്ടൊരു ക്യാപിറ്റൽ ലെറ്റർ ആർ എടുത്തു. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ബോൾ, അതായത് 6 റേഡിയസിൽ ഡിസ്ക് ആർ റേഡിയസിൽ ഒരു ഓപ്പൺ ബോൾ എടുത്തു. ഈ സബ്സെറ്റ് ഓഫ് ജി, അത് ജിയുടെ സബ്സെറ്റ് ആണ്. ദെൻ നമ്മൾ ഗാമ എന്ന് പറഞ്ഞൊരു സർക്കിളാണ് ഡി ആയിട്ട്, ഡൊമൈൻ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതായത് ഇന്റഗ്രേഷൻ ഓവർ ഡി എന്നല്ല നമ്മൾ എഴുതാം. അപ്പോൾ ആ ഡിക്ക് പകരം ഇപ്പോൾ ഇവിടെ നമ്മൾ ഗാമയാണ് യൂസ് ചെയ്യുന്നത്. അതായത് ഇന്റഗ്രേഷൻ ഓവർ ഗാമ ആണ്. അപ്പോൾ ഗാമ ആയിട്ട് നമ്മൾ
ഒരു സർക്കിളാണ് എടുക്കുന്നത്. സർക്കിളിൻ്റെ മോഡ് സെഡ് മൈനസ് എ ഈക്വൽ ടു ആർ എന്ന് പറഞ്ഞ സർക്കിൾ. ദെൻ കോഷീസ് ഇൻ്റഗ്രൽ ഫോർമുല വെച്ചിട്ട് നമുക്കറിയാം എഫ് കെ ഓഫ് എ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻറ്റു എൻ ഗാമ ഓഫ് എ എന്ന് പറഞ്ഞ ഇൻഡെക്സ് നമ്പർ ഇസ് ഈക്വൽ ടു എൻ ഗാമ ഓഫ് എ എന്നും കൂടി ഉണ്ട്. ഗാമ ഓഫ് എ ഈക്വൽ ടു കെ ഫാക്ടോറിയൽ ബൈ 2πi ഇൻ്റഗ്രേഷൻ ഓവർ സെഡ് എഫ് ഓഫ് സെഡ് ബൈ സെഡ് മൈനസ് എ ഓൾ റേസ് ടു കെ പ്ലസ് 1 ഡി സെഡ്. ഓക്കെ, ആണൊരു കോഷീസ് ഇൻ്റഗ്രൽ ഫോർമുല പറഞ്ഞത്. കോഷീസ് ഇൻ്റഗ്രൽ ഫോർമുലയുടെ ജസ്റ്റ് ഒരു എഫ് റേസ് ടു കെ ഓഫ് എ ആകുമ്പോൾ സാധാ കോഷീസ് ഇൻ്റഗ്രൽ ഫോർമുല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എഫ് ഓഫ് എ ഈക്വൽ ടു എഫ് ഓഫ് എ ഇൻറ്റു എൻ ഓഫ് ഗാമ എ ഈക്വൽ ടു 1/2πi ഇൻ്റഗ്രേഷൻ ഓവർ ഗാമ എഫ് ഓഫ് സെഡ് ബൈ സെഡ് മൈനസ് എ ഓൾ റേസ് ടു കെ പ്ലസ് സെഡ് മൈനസ് എ ഡി സെഡിനെ ആവുള്ളൂ. ഓക്കെ, ഇവിടെ പവർ വരുന്നതുകൊണ്ടാണ് നമ്മളുടെ കോഷീസ് ഇൻ്റഗ്രൽ ഫോർമുല ജസ്റ്റ് ചേഞ്ച് ആയത്. അപ്പോൾ നമുക്കിവിടെ എഫ് എൻ റേസ് ടു കെ ഓഫ് സെഡ് മൈനസ് എഫ് കെ ഓഫ് സെഡ് ആണ്. അതായത് ഇതിലേക്ക് കൺവേർജ് ചെയ്യുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, മൈനസ് എടുക്കുമ്പോൾ കെ ഫാക്ടോറിയൽ ബൈ 2πi ഒക്കെ കോൺസ്റ്റൻ്റ് ആണ്. സോ അതൊക്കെ അതേപോലെ ഉണ്ടാവും. ഈ ഇൻ്റഗ്രേഷൻ ഓവർ ഗാമ അവിടെ എഫ് ഓഫ് സെഡ് ആണ്. എഫ് ഓഫ് സെഡിന് പകരം എന്തായിട്ട് മാറും, എഫ് എൻ ഓഫ് ഡബ്ല്യു മൈനസ് എഫ് ഓഫ് ഡബ്ല്യു ഡിവൈഡഡ് ഡബ്ല്യു മൈനസ് സെഡ്. അതായത് ഇവിടെ പോയിൻ്റായിട്ട് നമ്മൾ എടുക്കുന്നത് ഇവിടെ എയുടെ സ്ഥലത്ത് സെഡും അതേപോലെ സെഡിൻ്റെ സ്ഥലത്ത് ഡബ്ല്യു ആണ് യൂസ് ചെയ്യുന്നത്. സോ ഡബ്ല്യു മൈനസ് സെഡ് ഓൾ റേസ് ടു കെ പ്ലസ് 1 ഡി ഡബ്ല്യു എന്ന് വരും. നമ്മൾ ഫോർമുല എഴുതുമ്പോൾ എഫ് എൻ കെ ഈക്വൽ ടു കെ ഫാക്ടോറിയൽ ബൈ 2πi ഇൻ്റഗ്രേഷൻ ഓവർ ഗാമ എഫ് എൻ ഓഫ് സെഡ് ബൈ സെഡ് മൈനസ് എ ഓൾ റേസ് ടു കെ പ്ലസ് 1 ഡി സെഡ് എന്നാണ് വരും. അപ്പോൾ ഈ ഡി സെഡിൻ്റെ സ്ഥലത്ത് ഇവിടെ ഡി ഡബ്ല്യു ആണ് വരും. ഓക്കെ, അപ്പോൾ ഡി ഡബ്ല്യു എന്ന് വന്നു. ഫോർ സെഡ് എന്ന് പറയുന്നത് ഒരു ഡൊമൈനിൽ ആ ഒരു ഡിയിലുള്ള എലമെൻ്റാണ്. യൂസിങ് കോഷീസ് എസ്റ്റിമേറ്റ് യൂസ് ചെയ്തിട്ട് നമ്മൾ എന്താണ് ചെയ്യുന്നത്, നമ്മൾ കോഷീസ് എസ്റ്റിമേറ്റ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, ഇപ്പോൾ ഇത്രയും കോഷീസ് ഇൻ്റഗ്രൽ ഫോർമുല യൂസ് ചെയ്തിട്ട് നമ്മൾ ഇത്രയും ചെയ്തു. ഇനി കോഷീസ് എസ്റ്റിമേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോഡുലസ് ഓഫ് എഫ് എൻ ഓഫ് എ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എൻ ഫാക്ടോറിയൽ എം ബൈ ആർ റേസ് ടു എൻ എന്നാണ്. ഓക്കെ, അത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ആർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആർ ഈസ് ലെസ് ദാൻ ആർ ആണെന്നൊക്കെ ആ പ്രൊപ്പോസിഷനിൽ നമ്മൾ പറയുന്നതാണ്. ദെൻ ആ ഒരു റിസൾട്ട് വെച്ചിട്ട് ഇവിടെ ഇപ്പോൾ നമുക്ക് എഫ് എന്നിൻ്റെ സ്ഥലത്ത് എഫ് എൻ റേസ് ടു കെ ഓഫ് സെഡ് മൈനസ് എഫ് കെ ഓഫ് സെഡ് എന്നാണ്. സോ മോഡുലസ് ഓഫ് എഫ് എൻ കെ ഓഫ് സെഡ് മൈനസ് എഫ് കെ ഓഫ് സെഡ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എൻ ഫാക്ടോറിയലിന് പകരം ഇവിടെ കെ ഫാക്ടോറിയൽ. സോ കെ ഫാക്ടോറിയൽ എം എൻ ഓഫ് ആർ ഡിവൈഡഡ് ആർ റേസ് ടു എൻ അല്ല, ഇവിടെ എന്തുണ്ട് ആർ മൈനസ് ആർ റേസ് ടു കെ പ്ലസ് 1 ഫോർ മോഡുലസ് ഓഫ് സെഡ് മൈനസ് എ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആർ എന്ന് വരും. വേറെ എം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സുപ്രീമം ഓഫ് എഫ് എൻ ഓഫ് ഡബ്ല്യു മൈനസ് എഫ് ഡബ്ല്യു. അതായത് എഫ് എൻ ഓഫ് ഡബ്ല്യു മൈനസ് എഫ് ഓഫ് ഡബ്ല്യുവിൻ്റെ സുപ്രീമമാണ് എം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോഡുലസ് ഓഫ് ഡബ്ല്യു മൈനസ് എ ഈക്വൽ ടു ആർ. ബട്ട് സിൻസ് എഫ് എൻ ഈസ് കൺവേർജസ് ടു എഫ് എന്ന് പറഞ്ഞത് എഫ് എന്നിലേക്ക് കൺവേർജ് ചെയ്യണമെങ്കിൽ എന്തായിരിക്കണം, ഈ എം എന്നിൻ്റെ വാല്യൂ എന്തായിരിക്കും, ലിമിറ്റ് എം എൻ ഈക്വൽ ടു 0 ആയിരിക്കണം. ആൻഡ് ഇറ്റ് ഫോളോസ് ഫ്രം 2.2ൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എഫ് എൻ റേസ് ടു കെ കൺവേർജസ് ടു എഫ് കെ യൂണിഫോംലി ഓൺ ബി ഓഫ് എ ആർ. ഓക്കെ, അപ്പോൾ ലിമിറ്റ് എം എന്ന് പറഞ്ഞത് എന്തായിരിക്കും, 0 ആയിരിക്കും. അത് 0 ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം, എഫ് എൻ റേസ് ടു കെ കൺവേർജസ് ടു എഫ് കെ ആണ് യൂണിഫോംലി കൺവേർജ് ചെയ്യും. നൗ ഇഫ് കെ is an arbitrary compact, k എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ arbitrary compact subset ആണ് of G and 0 less than r less than d of k comma dou G, d of k comma dou G ആണ്. Then there are a1 a2 etc an in k such that k is subset of union I equal to 1 to n b of aj comma r എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഒരു മെട്രിക് എടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ അതിൽ a1 a2 etc an പറഞ്ഞ എലമെൻറ്റ്സ് ഉണ്ട് കെയിൽ സച്ച് ദാറ്റ് k is subset of union I equal to 1 to n b of aj comma r. Since f and k of converges to f of k uniformly on each b of aj r, the convergence is uniform. അതായത് നമുക്ക് എന്താ കാണിക്കേണ്ടത്, എഫ് എൻ റേസ് ടു കെ എന്ന് പറഞ്ഞത് എഫ് റേസ് ടു കെയിലേക്ക് കൺവേർജ് ചെയ്യുന്നുണ്ട് എന്നാണ് നമുക്ക് കാണിക്കേണ്ടത്. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു,
ഇതുവരെ അടുത്ത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. കാരണം ഇവിടെ ഇപ്പോൾ നമുക്ക് യൂണിഫോംലി കൺവേർജൻസ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. സോ 0ൻ്റെയും ഡി ഓഫ് കെ ഓഫ് ജിയുടെ ഇടയിലായിട്ടാണ് നമ്മൾ ആറിന് ചൂസ് ചെയ്തത്. അങ്ങനെയാണെങ്കിൽ A1 A2 എക്സെട്ര എ എന്ന് പറഞ്ഞ എലമെൻറ്റ്സ് നമ്മൾ എടുത്തു. അതിൽ കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യൂണിയൻ ij = 1 to n b ഓഫ് ij r, അതായത് ഒരു ബോളിൻ്റെ കളക്ഷൻ, സെറ്റ് ഓഫ് ഓൾ ഓപ്പൺ ബോളിൻ്റെ കളക്ഷൻ ആയിട്ടാണ് നമ്മൾ കെ എടുക്കുക. കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് എ കോമ്പാക്ട് സെറ്റ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, Fn⁻k എന്ന് പറഞ്ഞത് F⁻k കൺവേർട്ട് ചെയ്യും, യൂണിഫോം ആയിട്ട് കൺവേർട്ട് ചെയ്യും. അപ്പോൾ യൂണിഫോം കണ്ടിന്യൂസ് ഒക്കെ എന്താണെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതൊന്നും അറിയില്ലെങ്കിൽ ജസ്റ്റ് നിങ്ങൾ നോക്കുക കേട്ടോ. എന്നിട്ട് നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ എന്നോട് പറയുക, ഞാൻ നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് തരാം. ഓക്കെ, അപ്പോൾ നമുക്ക് അതിൽ നിന്ന് എന്ത് കിട്ടി, അത് എന്തായാലും കെയിലേക്ക് കൺവേർജ് ചെയ്യുന്നു കിട്ടും. അപ്പോൾ കൺവേർജ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഇസേ കൺവേർജ് ചെയ്യുമ്പോൾ കിട്ടി. പിന്നെന്താണ്, അതൊരു അനലറ്റിക് ഫംഗ്ഷൻ ആണെന്നും കിട്ടി. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഹർവിറ്റ്സ് തിയറം. ഹർവിറ്റ്സ് തിയറം പറഞ്ഞാൽ ജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റീജിയൻ ആൻഡ് സപ്പോസ് ദ സീക്വൻസ് Fn ഇൻ H ഓഫ് ജി കൺവേർജസ് ടു എഫ്. എഫ് എന്ന് പറഞ്ഞ സീക്വൻസ് ആണ്. എച്ച് ഓഫ് ജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെറ്റ് ഓഫ് ഓൾ അനലറ്റിക് ഫംഗ്ഷൻസ് ആണ്. അത് എഫിലേക്ക് കൺവേർട്ട് ചെയ്യും. ഇഫ് എഫ് ഈസ് നോട്ട് ഈക്വൽ ടു 0, ബി കോംപ്ലിമെൻറ്റ് ഓഫ് എ കോമ ആർ ഈസ് സബ്സെറ്റ് ഓഫ് ജി ആൻഡ് എഫ് ഓഫ് സെറ്റ് ഈസ് നോട്ട് ഈക്വൽ ടു 0 ഫോർ മോഡുലസ് ഓഫ് സെറ്റ് മൈനസ് എ ഈക്വൽ ടു ആർ. Then there is an integer n such that for n greater than or equal to n, f and fn have the same number of zeros in b of a comma r. b of a comma r എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓപ്പൺ ഡിസ്ക് ആണ്. ഈ സെൻറ്റർ എയും ആറ് റേഡിയസ് ആയിട്ടുള്ള ഡിസ്ക് ആണ്. n എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറൊരു ഇൻറ്റിജർ n എടുക്കുകയാണ്. അതിനേക്കാളും വലുതായിട്ടുള്ളൊരു സ്മോൾ ലെറ്റർ n യൂസ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ എഫ്എന്നിനും പിന്നെ എഫിനും സെയിം നമ്പർ ഓഫ് സീറോസ് ആയിരിക്കുന്നു. സീറോസ് എന്താണ്, സിംഗുലാരിറ്റീസ് എന്താണെന്നൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. സോ എഫിനും സെയിം നമ്പർ ഓഫ് സീറോസ് ആയിരിക്കും. അതിന് കണ്ടീഷൻ എന്തൊക്കെയാണ്, എച്ച് ഓഫ് ജി എഫ് എൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എച്ച് ഓഫ് ജിയുടെ എലമെൻ്റ് ആണ്. എച്ച് ഓഫ് ജി എങ്ങോട്ട് കൺവേർട്ട് ചെയ്യും, എഫ് എൻ എങ്ങോട്ട് കൺവേർട്ട് ചെയ്യും, എഫിലേക്ക് കൺവേർട്ട് ചെയ്യും. അതിൻ്റെ എഫ് കോംപ്ലിമെൻറ്റ് നോൺ സീറോ ആയിരിക്കും. അതിൻ്റെ ഓപ്പൺ ഡിസ്ക് ജിയുടെ സബ്സെറ്റ് ആയിരിക്കും. ജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇസ് ആൻ ഓപ്പൺ സെറ്റ്. അപ്പോൾ ഓപ്പൺ ഡിസ്കിൻ്റെ ഡിസ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓപ്പൺ സെറ്റിലെ സബ്സെറ്റാണ്. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം, ഹർവിറ്റ്സ് തിയറം ആണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എഫിനും സെയിം നമ്പർ ഓഫ് എലമെൻറ്റ്സ് ആയിരിക്കുന്നു, സെയിം നമ്പർ ഓഫ് സീറോസ് ആയിരിക്കും. നമുക്ക് തന്നിട്ടുണ്ട് എഫ് കോംപ്ലിമെൻറ്റ് 0 അല്ല, നോട്ട് ഈക്വൽ ടു 0. സോ എഫ് ഓഫ് സെറ്റ് എന്താവില്ല, നോട്ട് ഈക്വൽ ടു 0 ഫോർ മോഡുലസ് ഓഫ് സെറ്റ് മൈനസ് എ ഈക്വൽ ടു ആർ. ദെൻ ഡെൽറ്റ, നമ്മൾ ഡെൽറ്റ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യണം. ഡെൽറ്റ ഈക്വൽ ടു ഇൻഫിമം ഓഫ് modulus of f of z such that modulus of z minus a equal to r which is greater than 0. But fn converges to f uniformly on modulus of z minus a equal to r. z minus a equal to r ൽ modulus of z minus a equal to r ൽ fn എഫിലേക്ക് കൺവേർട്ട് ചെയ്യും, യൂണിഫോമിലി ആയിട്ട് കൺവേർട്ട് ചെയ്യും. നമ്മൾ തൊട്ട് മുന്നിലുള്ള തിയറത്തിൽ പഠിച്ചിട്ടുണ്ട്. സോ നമുക്ക് എന്ത് പറയാം, അങ്ങനെയാണ് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ അവിടെ എന്തായാലും എന്തുണ്ടായിരിക്കും, ഒരു ഇൻറ്റിജർ എക്സിസ്റ്റ് ചെയ്യും. അങ്ങനെ ഒരു ഇൻറ്റിജർ ഉണ്ടെങ്കിൽ മോഡുലസ് ഓഫ് n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു n ആണ്. മോഡുലസ് ഓഫ് സെറ്റ് മൈനസ് എ ഈക്വൽ ടു ആർ എന്ന് വരും. ദെൻ നമുക്ക് എന്ത് എഴുതാം, മോഡുലസ് ഓഫ് എഫ് ഓഫ് സെറ്റ് മൈനസ് എഫ് എൻ ഓഫ് സെറ്റ് ഈസ് ലെസ് ദാൻ 1/2 ഡെൽറ്റ. 1/2 ഡെൽറ്റ ഈസ് ലെസ് ദാൻ മോഡുലസ് ഓഫ് എഫ് ഓഫ് സെറ്റ്. മോഡുലസ് ഓഫ് എഫ് ഓഫ് സെറ്റ് നമുക്ക് എങ്ങനെ എഴുതാം, ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് സെറ്റ് പ്ലസ് എഫ് എൻ ഓഫ് സെറ്റ് എന്ന് എഴുതാം. ഓക്കെ, എഫ് ഓഫ് സെറ്റ് പ്ലസ്, അതായത് ഇവിടെ മോഡുലസ് ഓഫ് എഫ് ഓഫ് സെറ്റ് മൈനസ് എഫ് എൻ ഓഫ് സെറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് നമ്മളൊരു ഇക്വാലിറ്റി പഠിച്ചിട്ടുണ്ട്, മോഡുലസ് ഓഫ് എക്സ് മൈനസ് വൈ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ് എക്സ് പ്ലസ് മോഡ് വൈ. അപ്പോൾ ആ ഒരു റിസൾട്ട് യൂസ് ചെയ്തിട്ടാണ് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. ഹെൻസ് റൗച്ചിസ് തിയറം ഇംപ്ലൈസ് ദാറ്റ് എഫ് ആൻഡ് എഫ് എൻ ഹാവ് ദി സെയിം നമ്പർ ഓഫ് 0. അപ്പോൾ റൗച്ചിസ് തിയറം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അപ്പോൾ നമ്മളോട് പറഞ്ഞു ഇങ്ങനെ ഒരു റിലേഷൻ നമുക്ക് കിട്ടും, മോഡുലസ് ഓഫ് എഫ് ഓഫ് സെറ്റ് മൈനസ് എഫ് എൻ ഓഫ് സെറ്റ് ലെസ് ദാൻ 1/2 ഡെൽറ്റ. അതായത് ഇങ്ങനെ ഒരു റിലേഷൻ കിട്ടാൻ കാരണം നമ്മൾ പഠിച്ചിട്ടുണ്ട് മോഡുലസ് ഓഫ് എഫ് മൈനസ് ജി എന്ന് പറഞ്ഞത് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ് എഫ് പ്ലസ് മോഡ് ജി എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, മോഡ് എഫ് പ്ലസ് മോഡ് ജി എന്ന് പറഞ്ഞാൽ ആ ഒരു ഇക്വാലിറ്റി നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ ദെൻ ബൈ റൗച്ചീസ് തിയറം. റൗച്ചീസ് തിയറം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എഫും ജിയും മെറോമോർഫിക് ആണ് ഇൻ എ നെയ്ബർഹുഡ് ഓഫ് ബി ക്ലോഷർ ഓഫ് എ കോമ ആർ. അതേപോലെ അതിൽ സീറോസും പോൾസൊന്നും ഉണ്ടാവില്ല ഒരു സർക്കിളിൽ ആണെങ്കിൽ. സെഡ് എഫ് സെഡ് ജി അതേപോലെ പി എഫ് പി ജി എന്നൊക്കെ പറയുന്നത് പോളോ അല്ലെങ്കിൽ സീറോസോ ആണെന്ന് വിചാരിക്കുക. എഫിൻ്റെയും ജിൻ്റെയും പോൾസോ സീറോസോ ആണ്. ഇങ്ങനൊരു ഇക്വാലിറ്റി സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ സീറോസും പോൾസും, സീറോസ് എന്തായിരിക്കും,
ഈക്വൽ ആയിരിക്കും, ഹാവ് ദി സെയിം നമ്പർ ഓഫ് സീറോസ് ആയിരിക്കും എന്നുള്ള തിയറാണ് നമ്മൾ റോച്ചസ് തിയറം. അപ്പോൾ എഫ് ജി എന്ന് പറഞ്ഞാൽ മെറോമോർഫിക് ഫംഗ്ഷൻസ് ആണ്. അത് എവിടെയാണ്? നെയ്ബർ ബി ക്ലോഷർ എ കോമ ആറിൻ്റെ നെയ്ബർഹുഡിലാണ് എഫും ജി ഉള്ളത്. അതിൽ ഒരു സർക്കിൾ സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ ഓൺ ദ സർക്കിൾ, അതിൻ്റെ ഡൊമൈൻ എന്ന് പറഞ്ഞാൽ സർക്കിൾ ആണെങ്കിൽ, അതായത് സർക്കിൾ മോഡുലസ് ഓഫ് സെഡ് മൈനസ് എ ഈക്വൽ ടു ആർ എന്ന് പറഞ്ഞ സർക്കിൾ ആണെങ്കിൽ അതിൻ്റെ നമ്പർ ഓഫ് സീറോസും അതേപോലെ നമ്പർ ഓഫ് പോൾസിനും കൗണ്ട് ചെയ്യുമ്പോൾ അതിൻ്റെ മൾട്ടിപ്ലിസിറ്റി കൗണ്ട് ചെയ്യുമ്പോൾ നമുക്ക് മൾട്ടിപ്ലിസിറ്റി, അതായത് 2 2 പ്രാവശ്യം വരും, 3 2 പ്രാവശ്യം, അതിന് മൾട്ടിപ്ലിസിറ്റി എന്ന് പറയുന്നത്. ഈ ഇക്വേഷൻ മോഡുലസ് ഓഫ് എഫ് ഓഫ് സെഡ് പ്ലസ് എഫ് ഓഫ് സെഡ് മൈനസ് ജി ഓഫ് സെഡ് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ് എഫ് ഓഫ് സെഡ് പ്ലസ് ജി ഓഫ് സെഡ് എന്ന് എഴുതുകയാണെങ്കിൽ അതിൻ്റെ സെയിം നമ്പർ ഓഫ് സീറോസ് ആയിരിക്കും എന്നാണ് നമ്മൾ പ്രൂഫ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഡെഫിനിഷൻ പറയുന്നത് എ സെറ്റ് എഫ് സബ്സെറ്റ് ഓഫ് എച്ച് ഓഫ് ജി ഈസ് ലോക്കലി ബൗണ്ടഡ്. അപ്പോൾ നമ്മൾ നേരത്തെ ഇപ്പോൾ പ്രൂവ് ചെയ്തത് അതൊരു സെയിം നമ്പർ ഓഫ് സീറോസ് ആയിരിക്കുന്നതാണ്, അത് പ്രൂവ് ചെയ്തു. ദെൻ ഒരു ഡെഫിനിഷനാണ് എഫ് സബ്സെറ്റ് ഓഫ് എച്ച് ഓഫ് ജി ഈസ് ലോക്കലി ബൗണ്ടഡ് ആണ് ഫോർ ഈച്ച് പോയിന്റ് എ ഇൻ ജി there are constants m and r greater than 0 such that for all f in f modulus of f of z is less than or equal to m for modulus of z minus a less than r. അപ്പോൾ എഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സബ്സെറ്റ് ഓഫ് എച്ച് ഓഫ് ജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെറ്റ് ഓഫ് ഓൾ അനലിറ്റിക് ഫംഗ്ഷൻസിൻ്റെ കളക്ഷനാണ്. അതൊരു ലോക്കലി ബൗണ്ടഡ് ആണെന്ന് പറയാം. അതായത് സെറ്റ് എഫിന് നമ്മൾ ലോക്കലി ബൗണ്ടഡ് ആണെന്ന് പറയണമെങ്കിൽ ഈ ഫോർ ഈച്ച് പോയിന്റ് എ ഇൻ ജിയിലെ ഓരോ പോയിന്റ് എയുടെയും അതേപോലെ എന്താ ദർ ആർ കോൺസ്റ്റൻറ്റ് എം എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻറ്റ് ഉണ്ട്, അതേപോലെ ആർ എന്ന് പറഞ്ഞാൽ ഗ്രേറ്റർ ദാൻ 0 ആണ്. അങ്ങനെയാണെങ്കിൽ ഈ മോഡുലസ് ഓഫ് സെഡ് മൈനസ് എ ലെസ് ദാൻ ആർ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? മോഡുലസ് ഓഫ് എഫ് ഓഫ് സെഡ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം ആയിരിക്കും. ഓക്കെ, അതായത് സാധാരണ നമ്മുടെ ബൗണ്ടറിൻ്റെ കണ്ടീഷൻ. ഇതൊരു ഓരോ പോയിന്റിൻ്റെ കേസിലാണ് പറഞ്ഞത് ലോക്കലി ബൗണ്ടഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, മറ്റേ നമ്മൾ ബൗണ്ടഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൊത്തത്തിലെ കേസാണ് പറയുന്നത്. എഫ് ഈസ് ലോക്കലി ബൗണ്ടഡ് ഇഫ് ദർ ഈസ്. ആൻഡ് വേറൊരു ഡെഫിനിഷൻ, എഫ് ഒരു ലോക്കലി ബൗണ്ടഡ് ആണ് പറയണമെങ്കിൽ അവിടെ എന്തുണ്ടായിരിക്കും? ഒരു ആർ എന്ന് പറഞ്ഞാൽ 0-നേക്കാളും വലിയൊരു നമ്പർ ഉണ്ടായിരിക്കും. ആൻഡ് ഈസ് സച്ച് ദാറ്റ് സുപ്രീമം ഓഫ് മോഡുലസ് ഓഫ് എഫ് ഓഫ് സെറ്റ് മോഡുലസ് ഓഫ് എഫ് ഓഫ് സെറ്റിൻ്റെ സുപ്രീമം എന്ന് പറഞ്ഞത് ലെസ് ദാൻ ഇൻഫിനിറ്റി ആയിരിക്കും എന്നാണ് അടുത്തത്. ദാറ്റ് ഈസ് എഫ് ഈസ് ലോക്കലി ബൗണ്ടഡ് ഇഫ് അബൌട്ട് ഈച്ച് പോയിന്റ് എ ഇൻ ജി ദർ ഇസ് എ ഡിസ്ക് ഓൺ വിച്ച് എഫ് ഈസ് യൂണിഫോംലി ബൗണ്ടഡ്. അതായത് എഫ് ഒരു ലോക്കലി ബൗണ്ടഡ് ആണെങ്കിൽ അതിൽ ഓരോ പോയിന്റ് എ എന്ന് പറഞ്ഞതും അതൊരു ഡിസ്കിലുണ്ടായിരിക്കും. ദർ ഇസ് എ ഡിസ്ക് ഓൺ വിച്ച് എഫ് ഈസ്, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? എഫ് ഒരു യൂണിഫോംലി ബൗണ്ടഡ് ആണെന്ന് പറയാം. ദിസ് ഇമ്മീഡിയറ്റ് ഡിസ്റ്റൻസ് റിക്വയർമെൻറ്റ് ദാറ്റ് എഫ് ബി യൂണിഫോം കൊണ്ട് കോമ്പൻസേറ്റ്. അപ്പോൾ എഫ് ഒരു യൂണിഫോംലി ബൗണ്ടഡ് ആണെന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ എഫ് നമുക്ക് എന്തായാലും പറയാം എന്താണ്? ഇറ്റ്സ് എ കോമ്പാക്ട് സെറ്റ്. അപ്പോൾ എഫ് ഒരു ലോക്കലി ബൗണ്ടഡ് ആണ്, അതിൽ ഓരോ പോയിന്റ് എയും ജിയിലെ ഓരോ പോയിന്റ് എയും ഒരു ഡിസ്കിൻ്റെ മേലെയാണ് ഡിഫൈൻ ചെയ്യുന്നതെങ്കിൽ നമുക്ക് എന്തിനു പറയാം? അതിനെ എഫ് ഈസ് യൂണിഫോംലി ബൗണ്ടഡ് എന്ന് പറയാം. ഓക്കെ, ഈ എഫ് ഈസ് യൂണിഫോംലി ബൗണ്ടഡ് ആയ നമുക്ക് ഓൺ കോമ്പാക്ട് സെറ്റ്, അതൊരു കോമ്പാക്ട് സെറ്റ്സ് ഇൻ ജി എന്ന് പറയും.